അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഫോൺ എടുക്കാനായിട്ട് ഇങ്ങനെ ഓടി വരുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് വേഗത്തിൽ തന്നെ വെളിയിലോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ ഡാനിയൽ പറയാണ്, ചില സമയത്ത് പാട്ട് എല്ലാത്തിനെയും മാറ്റുമല്ലേ. ഹീറോ പറയാണ്, തീർച്ചയായിട്ടും ഈ പാട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഹീറോയിൻ വെളിയിലോട്ട് ഓടുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് ചാടുവാണ്. ഹീറോയിൻ വെളിയിലോട്ട് കതവ് തുറന്നതും ഹീറോ അകത്തേക്ക് കയറാൻ കതവ് തുറന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കുവാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങളുടെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ ഹീറോ പറയുവാണ്, എന്ത് ചെയ്യാൻ, എൻ്റെ രാജ്യം ലൗഡ് സ്പീക്കറിലൂടെ എല്ലാം വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ഓടി വരേണ്ടി വന്നു. എന്നിട്ട് ഹീറോ പറയുവാണ്, നിനക്ക് പറയണമെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞൂടെ, എന്തിനാ ലൗഡ് സ്പീക്കർ വഴി എല്ലാവരെയും കൂടെ കേൾപ്പിച്ചേന്ന്. അപ്പോൾ ഉടനെ ഹീറോയിൻ പറയാണ്, അത് ഞാനല്ല പറഞ്ഞത്, എൻ്റെ ഫോണും അല്ല അതെന്ന്. എന്നിട്ട് ഹീറോ പറയുവാണ്, നിന്റെ മനസ്സിലുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ അത് മാത്രം പോരല്ലോ എന്ന്. അപ്പോൾ ഉടനെ ഹീറോയിൻ ആണെങ്കിൽ ഇതും അങ്ങോട്ട് നോക്കുക, അവിടെ ആരോ വരുന്നെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പറ്റിക്കാൻ നോക്കുക. അപ്പോൾ ഹീറോ പറയാണ്, എന്നെ പറ്റിക്കാന്ന് നീ വിചാരിക്കണ്ട. അപ്പോൾ ഹീറോയിൻ പറയാണ്, ശരി, ഞാൻ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി പറയാം, എൻ്റെ കൈ വിട്. ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, ഇനി എൻ്റെ കൈ വിട്. നമ്മുടെ ഹീറോ കൈവിട്ട ഉടനെ തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ വെളിയിലോട്ട് ഓടുവാണ്. ആ സ്ഥലത്ത് കുടുങ്ങി കിടന്നിരുന്ന ഒരു പേഷ്യൻ്റ് ഇല്ലായിരുന്നോ, അയാളെ രക്ഷിക്കാനായിട്ട് ഒരു ഡോക്ടർ പോവായിരുന്നല്ലോ. പക്ഷേ അവനെ രക്ഷിക്കാൻ പറ്റാതെ ആ ഡോക്ടർ വെളിയിലോട്ട് ഇറങ്ങി വരും. ആ ഡോക്ടറാണ് ഇപ്പോൾ അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പയ്യൻ പറയുകയാണ്, നിങ്ങളൊക്കെ ഒരു ഡോക്ടറാണോ? ഒരാൾ ആപത്തിൽ കിടക്കുമ്പോൾ അയാളെ രക്ഷിക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്ന നിങ്ങളൊന്നും എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യരുത്. ഇത് കേൾക്കുന്ന ആ ഡോക്ടറിനും ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പം ഡോക്ടർ സോങ് പറയുവാണ്, ഇയാളാണ് നിങ്ങൾ ജീവനോടുണ്ടെന്ന് വന്ന് പറഞ്ഞത്. ഇയാൾ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ജീവനോടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ആ ഡോക്ടർ വേണം, ഈ ഡോക്ടർ വേണം എന്നൊന്നും തീരുമാനിക്കുന്നത് നിങ്ങളല്ല. മര്യാദയ്ക്ക് ഇയാൾ തരുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ സെക്കൻഡ് ഹീറോയിനായിട്ടുള്ള യോങ് മിൻ ജോവ, എന്തായാലും നിനക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ്. ഒരു സ്പെഷ്യൽ ടീം ക്യാപ്റ്റനെ തന്നെയാണ് നീ ഡേറ്റ് ചെയ്യുന്നത്. ശരി, നീ എന്തിനാ ഇങ്ങനെ ഓടി ഓടി ഒളിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് ഹീറോയിൻ പറയുവാണ്, ഞാൻ നിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ? നീ ഇഷ്ടപ്പെടുന്ന നിൻ്റെ ബോയ് ഫ്രണ്ട് ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും നീ അയാളെ വീണ്ടും ലവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് പറയാമോ? അവർ സംടൈംസ് വാറിന് പോകുമ്പോൾ അവർക്ക് വല്ല പരിക്കുകൾ പറ്റാം, ചിലപ്പോൾ അവർ തിരിച്ച് വരാതെ തന്നെ ഇരിക്കാം. നീ ഇതെല്ലാം ആലോചിച്ച് ഒട്ടും ഭയന്നിട്ടേ ഇല്ലേ എന്ന് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് ഫസ്റ്റ് ഹീറോയിൻ ചോദിക്കുവാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, ചിലപ്പോൾ അവരെ കൊണ്ട് വരാൻ കഴിയില്ല, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റാം, ഞാൻ ഇതൊക്കെ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുകയും ചെയ്യും. പക്ഷേ അവൻ എൻ്റെ അടുത്തില്ലാത്തതിനെക്കാട്ടിലും ഇതൊക്കെ എത്രയോ ഭേദമാണ്, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഹീറോയിൻ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ യോങ് മിൻ ജിയുടെ അടുത്ത് ചോദിക്കുവാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോയിനും പറയാണ്, എത്ര പേരാണ് എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പുറപ്പെട്ടോട് വന്നേക്കുന്നത്? കുറച്ച് നേരത്തിന് മുമ്പാണ് നിൻ്റെ പ്രിയപ്പെട്ട ലവർ എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ അതിനുള്ള മറുപടി അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ അവളുടെ അടുത്ത് പോയി ചോദിക്കുക. അപ്പോൾ ഹീറോ പറയാണ്, ശരി, നിൻ്റെ കയ്യിലിരിക്കുന്ന ആ കല്ലിങ് എൻ്റെ കയ്യിൽ തരാനായിട്ട്. അപ്പോൾ ഹീറോയിൻ പറയാണ്, കല്ലൊന്നും തരാൻ പറ്റത്തില്ല, നിനക്ക് വേണമെങ്കിൽ വേറെ കല്ല് പോയി എടുക്കാൻ. അങ്ങനെ അവിടുന്ന് ഓടിപ്പോകാൻ നേരത്ത് സെക്കൻഡ് ഹീറോയിൻ്റെ പുറത്ത് വന്ന് ഇടിക്കുവാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ. അപ്പം നമ്മുടെ ഡേയോൺ ചോദിക്കുകയാണ്, വീണ്ടും നിങ്ങൾ രണ്ടുപേരും എന്തുവാന്ന്. അപ്പോൾ യൂഷിജൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഈ പ്രശ്നം? തനിയെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണിനെയും 4 എരുമകളെയും കൊണ്ടുവന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവൻ ആ എരുമയുടെ പുറകെ ആയിരിക്കും പോകുന്നത്. ഇത് കേൾക്കുന്ന യൂഷിജൻ ആണെങ്കിൽ പറയണം, ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ, അതുകൊണ്ടാണ് നീ ദേഷിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയണം, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഇവൻ എൻ്റെ കൈ കൂടെ പിടിക്കാൻ പറ്റത്തില്ല, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കത്ത് പോലുമില്ല, അത്രയുള്ള വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷിച്ച് പോവുകയാണ്. ഹീറോയിനും കൂടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ച് വരുവാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, മീറ്റിംഗ് നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ അത്ര ടെററൊന്നും അല്ലായിരുന്നു. അങ്ങനെ അവരുടെ ജീപ്പാണെങ്കിൽ ഒരു കുഴിബോംബിൻ്റെ മുകളിൽ കയറുവാണ്. അങ്ങനെ അതൊക്കെ പൊട്ടുവാണ്. ആ സ്ഥലം മുഴുവനും കുഴിബോംബുകളായിട്ട് നിറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ്, നീ എന്നെ തന്നെ ഫോളോ ചെയ്ത് വരണം, ഞാൻ പോകുന്ന വഴിയിലൂടെ നീ വരണം, നിൻ്റെ ബാഗിലിരിക്കുന്ന എല്ലാ ഫ്ലാഗും നീ എടുത്തോ, ഇത് കുഴിബോംബുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് കുത്തിവെക്കാം, എന്നിട്ട് ആരെങ്കിലും ലിഫ്റ്റ് തരുമോ എന്ന് നോക്കിയിട്ട് അവരുടെ കൂടെ കയറി പോവാം. അങ്ങനെ അവർ രണ്ടുപേരും ഒരു വിധത്തിൽ എല്ലാം കടന്നിങ്ങനെ വരുവാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ടയേർഡായി, എനിക്ക് വയ്യ, നമ്മളിത് കുറേ നേരം ആയല്ലോ, നമ്മുടെ 2 കാറും പോയി. അപ്പോൾ ഹീറോ പറയാണ്, നമ്മളെപ്പം റൊമാൻറ്റിക് മൂവി കാണണമെന്ന് വിചാരിച്ചാലും അതൊരു ആക്ഷൻ മൂവിയിലാണ് വന്ന് അവസാനിക്കുന്നത്. എന്നിട്ട് ഹീറോ പറയാണ്, നിൻ്റെ 2 കാറും പാഴായിപ്പോയി, ഇനി നിൻ്റെ ലിപ്സ്റ്റിക്കും കൂടി പാഴാക്കി കളയണമെന്ന് പറയുവാണ്.
നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഹീറോയിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് ആ സ്ഥലത്ത് ഫുള്ളും കുഴിബോംബുണ്ടെന്ന് എഴുതി വെക്കുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ട്രക്ക് വരുന്നത് കണ്ടിട്ട് അതിന് മുന്നിൽ പോയി നിർത്തുമെന്ന് പറയുവാണ്. പക്ഷേ ആ ട്രക്ക് ഹീറോയിനെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഹീറോ പറയുവാണ്, നിൻ്റെ ഭംഗി ഈ സ്ഥലത്ത് അത്ര അങ്ങോട്ട് വേല ചെയ്യുന്നില്ലല്ലേ, വേറെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ അവിടെ ഒരു കാറ് വരുന്നുണ്ടെന്ന് ഹീറോയിൻ പറയുവാണ്. അപ്പോൾ ഹീറോ പറയണം, അങ്ങനെയാണോ, നിനക്ക് ആ കാർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ, എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കാറ് നിർത്തും. അങ്ങനെ ഗണ്ണെടുത്ത് കാറിൻ്റെ നേരെ ചൂണ്ടുവാണ്. അപ്പോൾ ഹീറോയിൻ പറയാണ്, ആ ഗണ്ണൊക്കെ എടുത്ത് മാറ്റുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആ കാറ് അവരെയും താണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഹീറോയിൻ പറയുവാണ്, നിങ്ങളെടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു, ഉടനെ ആ ഗണ്ണെടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ അവർ രണ്ടുപേരും ആ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുവാണ്, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളോട് ഞാൻ വീണ്ടും നന്ദി പറയുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുവാണ്, നമ്മൾ വീണ്ടും പിരിയാൻ പോവുകയാണല്ലേ. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഇല്ല, ഞാൻ പോവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഹീറോ ചോദിക്കുവാണ്, തീർച്ചയായിട്ടും നീ എനിക്ക് വേണ്ടി പോകണ്ടെന്നാണോ പറയുന്നത്? ഹീറോയിൻ പറയുവാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ പോവണ്ടെന്ന് തീരുമാനിച്ചത്. എന്നിട്ട് ഹീറോയിൻ പറയാണ്, ഐ തിങ്ക് ഞാൻ നിങ്ങളെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഹീറോയിന് കിസ് ചെയ്യുവാണ്. അങ്ങനെ പവർ പ്ലാന്റ് ചീഫ് മാനേജറെ പിടിച്ച് അയാൾ അടിക്കുവാണ്. ഞാൻ തന്ന വൈരങ്ങൾ എന്തെന്ന് ചോദിച്ചാണ് വീണ്ടും അയാൾ അടിക്കുന്നത്. അയാൾ അന്നേരം പറയുവാണ്, നിങ്ങൾ തന്ന വൈരങ്ങൾ ഈ ഡപ്പയ്ക്കകത്താണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അയാളെ പറ്റിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ആരെയും ഇങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനെ തന്നെയാണ്. മുഖം കഴുകിയിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിൻ്റെ മുഖത്തേക്കാണ് ആ പോയിന്റ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഡേയോൺ ചോദിക്കുവാണ്, നിങ്ങളുടെ ടാർഗറ്റ് തല തന്നെയല്ലേ? അപ്പോൾ ഹീറോ പറയാണ്, എൻ്റെ ടാർഗറ്റിനെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്ന്. അങ്ങനെ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുവാണ്. നാളെ യെല്ലോ ടൈഗർ വരുന്നതായിട്ടാണ് ആ അനൗൺസ്മെന്റ്. അങ്ങനെ യോങ് മിഞ്ചുവിനും യെല്ലോ ടൈഗർ വരുന്നു എന്നുള്ള അനൗൺസ്മെന്റ് കിട്ടുവാണ്. അപ്പോൾ യോങ് മിഞ്ചു ചോദിക്കുവാണ്, യെല്ലോ ടൈഗറോ എന്ന് വെച്ചാൽ മഞ്ഞപ്പുലിയോ? അപ്പോൾ ആ സോൾജർ പറയാണ്, നിങ്ങൾക്ക് യെല്ലോ ടൈഗർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ലേ, അത് കമാൻഡറിൻ്റെ സീക്രട്ട് കോഡാണെന്ന് പറയുവാണ്. അപ്പോൾ യോങ് മിഞ്ചു ചോദിക്കുവാണ്, എന്ത് കമാൻഡറോ, എൻ്റെ അച്ഛനാണോ നിങ്ങൾ ഈ യെല്ലോ ടൈഗർ എന്നൊക്കെ പറയുന്നത്? ആൽഫ ടീമിൽ എല്ലാവരും ആണെങ്കിൽ അവിടെ ഫുള്ള് വൃത്തിയാക്കുവാണ്. നമ്മുടെ സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ എച്ചും ഡിയും അവരൊക്കെ വരുമ്പം വൃത്തിയാക്കത്തില്ലേ, അതേപോലെ എല്ലാവരും അങ്ങനെ വൃത്തിയാക്കുവാണ്. അപ്പോൾ അവിടേക്ക് ഒരു സോൾജർ വന്നിട്ട് പറയുവാണ്, കമാൻഡർ ഇന്ന് വരുന്നില്ല, അതുകൊണ്ട് മെഡിക്കൽ ടീം ലീഡറുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കാണണമെന്ന് പറഞ്ഞെന്ന്. അങ്ങനെ അവിടേക്ക് കമാൻഡർ വരുവാണ്. അങ്ങനെ എല്ലാവരും സല്യൂട്ട് ചെയ്യുവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എങ്ങനെ സല്യൂട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഏകദേശം സല്യൂട്ട് ചെയ്യാനൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോ ഇത് കണ്ടിട്ട് ചിരിക്കുവാണ്. മീറ്റിംഗ് കഴിഞ്ഞ കമാൻഡർ പറയുവാണ്, എനിക്ക് യൂഷിജിൻ, ഡേയോൺ, ഡോക്ടർ കാങ്, യോങ് മിൻജോ ഇവർ 4 പേരെടുത്തും എനിക്ക് സംസാരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു റൂം ഞാൻ 30 മിനിറ്റത്തേക്ക് എടുക്കുവാണ്. അങ്ങനെ ആ റൂമിലേക്ക് വന്ന് കമാൻഡർ ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും ഇരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി അവിടെ പുറകിൽ കിടന്ന ചെയറൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ മറ്റവർ 3 പേരും നോ സാറെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ്. പെട്ടെന്ന് ഹീറോയിൻ ആണെങ്കിൽ, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞത്, ഇവരെല്ലാം നിൽക്കുവാണല്ലോ, ഇനി ഞാൻ മാത്രം എന്തോത്തിന് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നോ സാറെന്ന് പറയുവാണ്. കമാൻഡർ പറയുവാണ്, ഡോക്ടർ കാങ് നിങ്ങളൊരു ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ അധികം എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുവാണ്, വളരെ നന്ദിയുണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചതിൽ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാനും ഉറങ്ങുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കമാൻഡർ പറയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത്, എൻ്റെ സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. അങ്ങനെ ഡോക്ടർ കാങ്ങിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുവാണ്. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ്, കേട്ടോ കമാൻഡറെ പറഞ്ഞ് എന്നെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഹീറോ മനസ്സിൽ പറയുകയാണ്, ഇവളെന്നെ പ്രശ്നത്തിലോട്ട് തള്ളി വിടാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് മാറി അങ്ങോട്ട് നിൽക്കുവാണ്. അതിനുശേഷം കമാൻഡർ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു കമാൻഡറായിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്, ഒരു ഫാദറായിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. യൂഷിജൻ, നിൻ്റെ അടുത്ത് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ മോളെ ഇഷ്ടമാണോ? അപ്പോൾ യൂഷിജൻ പറയുകയാണ്, എനിക്ക് യോങ് മിൻജോനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അവളെ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കാണാൻ കഴിയില്ല. ഇത് കേൾക്കുന്ന കമാൻഡർ ആണെങ്കിൽ യു ആർ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് യൂഷിജനെ വെളിയിലോട്ട് പറഞ്ഞു വിടുവാണ്. അതിനുശേഷം യോങ് മിൻജോൻ്റെ അടുത്തോട്ട് വരുന്ന കമാൻഡർ ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറയണം, നിന്നെ എത്ര അവനിൽ നിന്നും മാറ്റി നിർത്തിയാലും നീ വീണ്ടും അവൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ യോങ് മിൻജോ പറയുവാണ്, നിങ്ങൾ എന്ത് ചെയ്താലും ശരി തന്നെ, ഞാൻ ഇനിയും അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ഒരിക്കലും ആർക്കും വേർപ്പെടുത്താൻ കഴിയില്ല എന്ന്. അപ്പോൾ കമാൻഡർ യോങ് മിൻജുവിൻ്റെ അടുത്ത് വെളിയിലോട്ട് പോകാൻ പറയുവാണ്. അപ്പോൾ യോങ് മിൻജു പറയുവാണ്, ഇല്ല ഞാൻ വെളിയിൽ പോകത്തില്ല, എന്തുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ വെച്ച് പറയാനെന്ന്. അപ്പോൾ ഡേയോൺ പറയുവാണ്, നീ വെളിയിലോട്ട് പോകും, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ കമാൻഡർ പറയുകയാണ്, നിൻ്റെ മനസ്സിൽ നീ അവളെക്കുറിച്ച് കുറേ തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ എൻ്റെ തീരുമാനങ്ങൾ പറയാം.
നിനക്ക് എൻ്റെ മകളായിട്ടുള്ള യോങ് മിൻജോനെ ഡേറ്റ് ചെയ്യാം. അവളെ കല്യാണം കഴിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഞാൻ നിനക്ക് തരാം. ഇത് കേൾക്കുന്ന ഡേയോൺ ആണെങ്കിൽ, സാർ നിങ്ങൾ സീരിയസ് ആയിട്ടാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ കമാൻഡർ പറയുകയാണ്, യെസ് ഞാൻ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത്. എന്നിട്ട് അയാൾ പറയുവാണ്, പക്ഷേ നീ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ നിന്റെ സോൾജർ പദവി ക്വിറ്റ് ചെയ്യണം. നിന്റെ യൂണിഫോം എടുത്ത് മാറ്റിയിട്ട് ഞാൻ പറയുന്ന ജോലിക്ക് പോകണം. എൻ്റെ മകളുടെ കമ്പനിയിൽ നിന്നെ ഞാൻ ചേർക്കാം. അവിടെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കാണും. നിനക്ക് ആലോചിക്കാനുള്ള സമയം ഞാൻ തരാം. നീ നിന്റെ സ്വന്തം സ്ഥലത്തോട്ട് പോകുമ്പോൾ നീ എടുത്ത തീരുമാനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം പോകാൻ. ഒന്നെങ്കിൽ നീ എൻ്റെ മോളെ വിട്ട് എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ എൻ്റെ മോളുടെ കൈ പിടിക്കാനായിട്ട് യോഗ്യതയുള്ള ഒരാളായിട്ട് വരണം. വെളിയിലാണെങ്കിൽ നമ്മുടെ ഹീറോ വിളിക്കുവാണ് ഹീറോയിന്, ഇങ്ങ് വാ, നീ ഇവിടെ വന്ന് ഇച്ചിരി പെട്രോൾ ഒഴിക്ക് കാറിലോട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പോയിട്ട് അത് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, പോ നീ അവളോട് പോയി ഡേറ്റ് ചെയ്തോ. അപ്പോൾ ഉടനെ ഹീറോ ഒരു കിസ് കൊടുക്കുവാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നീ എന്ത് ഈ ചെയ്യുന്നത്? അപ്പോൾ ഹീറോ പറയുകയാണ്, എങ്ങനെയെങ്കിലും നിൻ്റെ വായ ഒന്ന് അടപ്പിക്കാൻ നോക്കുവാണ്. ഇനിയും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസ് ഉണ്ട് നിൻ്റെ വായ അടപ്പിക്കാൻ. നീ സംസാരിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഞാൻ വീണ്ടും നിന്നെ കിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിസ് ചെയ്യുകയാണ്. ഡേയോണായിട്ടുള്ള ഞാൻ ഒഫീഷ്യലായിട്ട് യോങ് മിൻജോനെ ഈ ദിവസം മുതൽ ഡേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. അപ്പോൾ യോങ് മിൻജോ പറയുകയാണ്, ശരിക്കും എൻ്റെ അച്ഛനാണോ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും ഓക്കെ പറഞ്ഞു, ഇതെൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാനായിട്ട് ഓടുവാണ് അവിടുന്ന്. ഹീറോയും ഹീറോയിനും കൂടി ഒരു വില്ലേജിൻ്റെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ പെട്ടെന്ന് ഹീറോയിൻ്റെ സിഗ്നൽ കട്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളെയും ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് അവരോട് ചോദിക്കുവാണ്, ഇപ്പോൾ എത്ര നാളായി ഇവർക്ക് വയ്യാതായിട്ട്. അവിടെയുള്ള ആർക്കും നമ്മുടെ ഹീറോയിൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അവിടെയുള്ള ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുവാണ്. ഞങ്ങൾ ആരുടെയെങ്കിലും കൂടെ സംസാരിച്ചെന്ന് അവരറിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് ആഹാരം തരില്ല. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഇവർക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെയുള്ള എല്ലാവരും തന്നെ ഒരു വിധത്തിൽ മരിക്കാൻ തന്നെ പോവുകയാണ്. ഇവിടെയുള്ള ആൺകുട്ടികളെല്ലാം തന്നെ വളർന്നതിന് ശേഷം ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് മാറും. പെൺകുട്ടികളെല്ലാവരും വ്യാപാരത്തിന് വേണ്ടി അയക്കും. ഇന്ന് എൻ്റെ ടേണാണ്. ഹീറോൻ്റെ നെറ്റ്വർക്ക് കട്ടായ വിവരം ഡേയോൺ അറിയുവാണ്. അങ്ങനെ ഡാനിയലിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡാനിയൽ ആ വില്ലേജിൻ്റെ പേര് കേട്ടിട്ട് ആ വില്ലേജിനെ കുറിച്ച് പറയുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സിഗ്നലിന് വേണ്ടിയിട്ട് ഒരു മലയുടെ മുകളിലോട്ട് കയറി നിൽക്കുവാണ്. അവിടേക്ക് ഡെൽറ്റ ടീം ക്യാപ്റ്റൻ വരുന്നത് കാണുവാണ്. ഹീറോയിൻ ആണെങ്കിൽ അയാളുടെ അടുത്ത് പറയുവാണ്, ഇവിടെയുള്ള കുട്ടികളെല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. ഇത് കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൈയും പിടിച്ചിട്ട് ഹീറോൻ്റെ ബാക്കിലോട്ട് പിടിച്ച് നിർത്തുവാണ്. അപ്പോൾ അയാൾ, ഓ ക്യാപ്റ്റൻ നിങ്ങളെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ദേഹത്തേക്ക് ആരോ പുറകിൽ നിന്ന് വെടിവെക്കുവാണ്. അത് വേറെ ആരുമല്ല, ആ പെൺകുട്ടിയായിരുന്നു. ഷൂട്ട് ചെയ്തതിന് ശേഷം അവൾ ഓടി വന്ന് യൂഷിജിൻ്റെ പുറകിൽ വന്ന് ഒളിക്കുവാണ്. എന്നിട്ട് യൂഷിജിനോട് പറയുവാണ്, അയാളെ കൊല്ല്, അയാളെ കാരണമാണ് ഇത്രയും പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അയാളുടെ ആൾക്കാരും ഹീറോയിൻ്റെ നേരെ ഗണ്ണും എടുത്ത് ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുവാണ്.